മരിക്കേണ്ട നീയല്ല, ഞാനാ. നിന്നെ നഷ്ടപ്പെടുന്ന ആ നിമിഷം എന്റെ മരണമാണെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാ. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടുവരുന്ന പ്രതീക്ഷ ഇപ്പൊ അവസാനിക്കുകയാണ് അർച്ചന. എന്നു മുതലാ നീ അവന്തികയുടെ വരുതിയിലായി പോയത്? നീ എന്തൊക്കെയാ അർച്ചന ഈ കാട്ടിക്കൂട്ടുന്നത്? ചോദിച്ചു കേട്ടില്ലേ? എന്തോർത്താ അവന്തിക പറയുന്നതെല്ലാം ഒരു പാവെ പോലെ അനുസരിക്കുന്നേ? എല്ലാം മറന്നു കൂട്ടത്തില് നമ്മളോട് അവന്തിക ചെയ്ത ദ്രോഹങ്ങളെല്ലാം നീ മറന്നു. അവരോടിങ്ങനെ ഇടപഴകുന്നത് നിന്റെ നല്ലതിനല്ല. അവരെ വിശ്വസിക്കരുത്. അവരെല്ലാം കൂടി നിന്നെ വലിയൊരു ചതുക്കുഴിപ്പെടുത്തിയിരിക്കുക. അവര് പറയുന്നൊന്നും അല്ല സത്യം. അയാള് നിന്റെ ഭർത്താവല്ല. നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് ഞാനാ. എനിക്കറിയാം സച്ചേട്ടാ, എനിക്കെല്ലാം അറിയാം. പക്ഷെ എന്താ കാണിക്കുന്നേ? വിട്, വിടാൻ. നിങ്ങൾ എന്തിനാ എല്ലായിടത്തും വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അർച്ചന, നീ എവിടെ പോയാലും ഞാൻ വരും. ഞാൻ ജീവനോടുണ്ടെങ്കിൽ വരാതിരിക്കാനാവില്ല. നീ എന്റേതാ അർച്ചന. എല്ലാം തുറന്നു പറയാനും സച്ചിന്റെ അടുത്തേക്ക് വരാനും എന്റെ മനസ്സും വെമ്പുന്നുണ്ട്. അർച്ചന, ഇനി ഒരു നിമിഷം വഹിക്കാൻ പാടില്ല. എല്ലാം ഇപ്പോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാം അവസാനിപ്പിച്ച് ഞാൻ വരും. അതിന് എനിക്ക് കുറച്ച് സമയം കൂടി വേണം സച്ചേട്ടാ. എന്നെ മനസ്സിലാക്ക്. അവന്തിക ഇപ്പൊ ഒന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാ അവിടെ ദ്രോഹിക്കാൻ പോകുന്നത് എന്റെ സച്ചേട്ടനെയാ. നിന്റെ മേലുള്ള എല്ലാവരുടെ അധികാരം ഇപ്പൊ തന്നെ ഞാൻ അവസാനിപ്പിക്കാം. അർച്ചന, നീ എന്റെ ഭാര്യയാ, എന്റെ കുഞ്ഞിന്റെ അമ്മയാ. ഇനിയൊന്നും എനിക്ക് നോക്കാനില്ല. ഈ നിമിഷം നീ എന്റെ കൂടെ വരണം. നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. വാ, ഇപ്പൊ തന്നെ മോളെയും കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ, മതി വേറൊരുത്തന്റെ ഭാര്യ വേഷം കേട്ട് നിൽക്കുന്നത്. ആരെ തടയുന്നെന്ന് ഞാനിത് കാണട്ടെ. അർച്ചന, അർച്ചന, നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഭാര്യ നഷ്ടപ്പെട്ടതിന്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവും. അതിന് ബാക്കിയുള്ളവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാണോ വേണ്ടത്? ഒന്ന് രണ്ടും തവണയല്ല നിങ്ങൾ എന്റെ പിന്നാലെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ നിമിഷം നിങ്ങൾ ഇവിടുന്ന് പോണം. അർച്ചന, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. സോറി. നിങ്ങൾ പറയുന്ന ഈ അർച്ചന ആരാന്ന് എനിക്കറിയില്ല. ഞാൻ സമൃദ്ധയാ, അഡ്വക്കേറ്റ് ഗൂഗിൾ രാജന്റെ ഭാര്യ. നിങ്ങൾ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ നീ മാത്രം പറഞ്ഞ ഇല്ലാതാവുന്നതല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം. അതില്ലാതാവണമെങ്കിൽ ഞാൻ മരിക്കണം. ഇനി ഒരു നിമിഷം കൂടി നിങ്ങൾ ഇവിടെ നിന്നാ
ഞാൻ ഗൂഗിളിനോട് പറഞ്ഞ് പോലീസിനെ വിളിപ്പിക്കും. ആ പോലീസിനെ വിളിക്കേ. വരട്ടെ. നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ തെളിയിച്ചോളാം. നിന്റെ അമ്മയും അനിയത്തിയും എന്റെ സഹോദരങ്ങളും എല്ലാം വീട്ടിലുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ചോണ്ട് വരാം. എല്ലാവരും നിന്റെ മുന്നിൽ നിർത്തി നീ ആരാണെന്ന് ഞാൻ തെളിയിച്ചോളാം. പക്ഷെ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എനിക്കൊരു തെളിവും കാണണ്ട അർച്ചന. ഇനി എന്റെ പിന്നാലെ വന്ന നിങ്ങൾ വിവരം അറിയും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കും. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? അർച്ചന, ദൈവത്തെ ഓർത്ത് ഇങ്ങനെ എന്റെ മനസ്സമാധാനം കെടുത്തല്ലേ. ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ സംഭവിക്കുന്നത് എന്റെ മരണമായിരിക്കും. അതിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. ഈശ്വര, എന്തൊക്കെ ദുഷ്ടത്തരങ്ങളാ ഞാൻ എന്റെ സച്ചേനോട് പറഞ്ഞത്. എന്നോട് ക്ഷമിക്ക് സച്ചേട്ടാ. ഇതല്ലാതെ എന്റെ മുമ്പിൽ ഇപ്പൊ വേറെ മാർഗങ്ങളൊന്നുമില്ല. ആദ്യം കാണുന്നതിന് മുമ്പ് സച്ചേട്ടൻ ഇവിടുന്ന് പോയേ പറ്റൂ. മരിക്കേണ്ട നീയല്ല, ഞാനാ. നിന്നെ നഷ്ടപ്പെടുന്ന ആ നിമിഷം എന്റെ മരണമാണെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാ. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടുവരുന്ന പ്രതീക്ഷ ഇപ്പൊ അവസാനിക്കുകയാണ് അർച്ചന. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിന്റെ മനസ്സിൽ ഞാനില്ല. ഇപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടു. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഞാൻ വരില്ല. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഞാൻ വരില്ല.